ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമുക്ക് ജീൻസിൽ വരുന്ന ഈ ബാക്കിലെ സൈഡ് പോർഷനിലെ ഗ്യാപ്പ് എങ്ങനെ നമുക്ക് എലാസ്റ്റിക് വെച്ച് ടൈറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എലാസ്റ്റിക് വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ട് വരും, നമുക്ക് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കൊരു എലാസ്റ്റിക് വേണം. ഇത്രയും വലിപ്പം വേണമെന്നൊന്നുമില്ല, എൻ്റെ കയ്യിൽ പിന്നെ ഇതുണ്ടായതുകൊണ്ട് ഞാൻ എടുത്തു എന്നുള്ളൂ. ഇത്രയും വലിയ എലാസ്റ്റിക് വേണമെന്നൊന്നുമില്ല, ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. സാധാരണ ഇങ്ങനത്തെ യൂസിന് നമുക്ക് ഇതുപോലത്തെ ബട്ടൺ ഹോൾസ് ഓൾറെഡി ഉള്ള എലാസ്റ്റിക് മേടിക്കാൻ കിട്ടും. എൻ്റെ കയ്യിൽ പിന്നെ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൽ സിസേഴ്സ് വെച്ചിട്ട് ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വേസ്റ്റ് ഒന്ന് മെഷർ ചെയ്തിട്ട് എത്രത്തോളം എലാസ്റ്റിക് വേണം എന്നുള്ളത് ഒരു ഏകദേശം ഒന്ന് വേസ്റ്റിൽ വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ഇച്ചിരി എക്സ്ട്രാ കൂട്ടി കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. എലാസ്റ്റിക് ആയതുകൊണ്ട് അറിയാമല്ലോ, വലിയുമ്പോൾ അതിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്കിതിൽ ബട്ടൺ ഹോൾസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം എലാസ്റ്റിക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സിസേഴ്സ് വെച്ചിട്ട് പതിയെ ആ ടോപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ബട്ടൺ ഹോൾസ് പോലെ കിട്ടും കേട്ടോ. നമുക്കിതുപോലെ രണ്ട് സൈഡിലും ചെയ്തെടുക്കണം. ഞാനപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും 5 എണ്ണം വെച്ചാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ ചെയ്യുക. നമ്മുടെ വേസ്റ്റിൻ്റെ ടൈറ്റ്നെസ് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ജീൻസിൽ 2 കട്ടിങ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇതേ ഫസ്റ്റ് നമ്മൾ ഈ ബെൽറ്റ് ഇടുന്ന ഈ ലൂപ്പില്ലേ, അതിൽ ഫസ്റ്റത്തെ ലൂപ്പിൽ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റിൽ എവിടെയാണ് ഏറ്റവും ലൂസ് വരുന്നത് അവിടെയായിട്ട് മാർക്ക് ചെയ്താലും മതി. സൈഡിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ ഇതൊന്ന് വലിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ബാക്കിലും ഫ്രണ്ടിലായിട്ട് 2 മെറ്റീരിയലായിട്ടാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്തേക്കണം അവിടെയാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. ഒരിക്കലും ഇപ്പുറത്തെ സൈഡിൽ കട്ട് ചെയ്യാൻ പാടില്ല, ഇപ്പുറം അകത്തുള്ള സൈഡ് മാത്രം കട്ട് ചെയ്തെടുക്കുക. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു സംഭവമുണ്ട്. ഇതിനെന്താ പറയണതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്താണ് ഈ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിസർ വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കുക. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഹോള് വരാത്ത രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചേക്കണ ഒരാളല്ല കേട്ടോ. ഞാൻ യൂട്യൂബിൽ ഇതുപോലെ ട്യൂട്ടോറിയൽസൊക്കെ കണ്ടാണ് ഇതൊക്കെ പഠിച്ചെടുത്തത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. എന്നാലും ഒരു ബിഗിനർ ഫ്രണ്ട്ലി എന്ന രീതിയിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ ട്യൂട്ടോറിയൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 സൈഡിലും കട്ട് ചെയ്തെടുക്കണേ. ഞാനല്ലാത്തിൻ്റെ ഒരു സൈഡ് മാത്രം ചെയ്യണത് കാണിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞാൻ യൂട്യൂബ് ഷോർട്സ് ആയിട്ടും ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഷോർട്സിന് വേണ്ടി ഷൂട്ട് ചെയ്യും, മറ്റേ സൈഡ് ഇതുപോലെ ലോങ് വീഡിയോക്ക് വേണ്ടി ഷൂട്ട് ചെയ്താണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബട്ടൺസ് പിടിപ്പിക്കാനുള്ളതാണ്. 2 ബട്ടൺസ് എടുക്കുക. 2 സൈഡിലും നമ്മൾ കൊടുത്തേക്കണ ആ കട്ടിങ്ങിൻ്റെ ഒരു ഇച്ചിരി സൈഡിലേക്ക് മാറിയിട്ട് ആ ബട്ടൺസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, എൻ്റെ ജീൻസിലൊക്കെ ഇതുപോലത്തെ സംഭവം അതിലുണ്ടായിരുന്നു. ഈ എലാസ്റ്റിക് വെച്ചിട്ട് നമുക്ക് വേസ്റ്റിനനുസരിച്ച് ടൈറ്റ്നെസ് കൂട്ടി കൊടുക്കാനും ലൂസാക്കണമെങ്കിൽ ലൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷനൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഇതെങ്ങും ഞാൻ കാണാറില്ല. ജീൻസൊക്കെ ഇപ്പോൾ എല്ലാവരും ബെൽറ്റൊക്കെ വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്തെടുക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ട്രെൻഡ് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പ്രത്യേകിച്ച് എന്നെ പോലത്തെ ചെറിയ വേസ്റ്റ് ലൈനുള്ള ആൾക്കാർക്കൊക്കെ ഈ ബുദ്ധിമുട്ട് നല്ലോണം മനസ്സിലാവും. എനിക്കൊക്കെ 24 സൈസേ പാകമാവുള്ളൂ കേട്ടോ. പക്ഷെ 24 ആണെങ്കിലും ചില ബ്രാൻഡിൻ്റെയൊക്കെ എനിക്ക് വലുതായിരിക്കും. അപ്പോൾ ബെൽറ്റൊക്കെ വെച്ച് ഞാൻ ടൈറ്റ് ചെയ്യാൻ നോക്കിയാൽ പോലും എനിക്ക് ഭയങ്കര ആ ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല. കാരണം 2 സൈഡിൽ നമ്മൾ ബെൽറ്റ് വെച്ച് ചെയ്യുമ്പോഴേക്കും എനിക്കിങ്ങനെ മടങ്ങിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. ഇതാകുമ്പോഴേക്കും നമുക്ക് 2 സൈഡിലും ബെൽറ്റ് ഇടണ്ട, നമുക്ക് അകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ജസ്റ്റ് ബാക്കിൽ മാത്രം ഇച്ചിരി ചുരുങ്ങിയിരിക്കത്തേ ഉള്ളൂ, പക്ഷെ എന്നാലും ആ ഒരു ക്ലീൻ ഫിനിഷ് ലുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ 2 സൈഡിലും ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത്, നിങ്ങൾ ബട്ടൺസ് പിടിപ്പിക്കുമ്പോൾ മാക്സിമം ഫ്രണ്ടിൽ കാണാണ്ടിരിക്കാൻ വേണ്ടി നോക്കണം. അഥവാ ഫ്രണ്ടിൽ അങ്ങനെ വരുന്ന ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇച്ചിരിയും കൂടി ജീൻസിൻ്റെ കളർ ഏകദേശം മാച്ച് ആവണ ഒരു ത്രെഡ് യൂസ് ചെയ്യണതായിരിക്കും നല്ലത്. പിന്നെ ചില ജീൻസിൽ ബാക്കിൽ ഇതുപോലത്തെ ഒരു ലേബൽ കാണും കേട്ടോ. അത് കളയണമെന്നൊന്നുമില്ല. എൻ്റെ എലാസ്റ്റിക്കിന് ഇച്ചിരി വലിപ്പം കൂടുതലായതുകൊണ്ട് ഇതിൽ കൂടി ഞാൻ പാസ് ചെയ്ത് വിടുമ്പോഴേക്കും ഇവിടെ എന്തായാലും സ്റ്റക്ക് ആകുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് കളയണതാണ്. നിങ്ങൾക്ക് എലാസ്റ്റിക് ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്ത് പോകുന്നതാണെങ്കിൽ അത് കളയൊന്നും വേണ്ട, അതവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ സ്റ്റിച്ചൊക്കെ നോക്കി സൂക്ഷിച്ച് വേണം കേട്ടോ വിടിയിച്ച് കളയാനായിട്ട്. ഞാനിതുപോലെ വലിച്ചാൽ പോരും എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ എൻ്റെ ജീൻസ് കീറിപ്പോയേന്. അങ്ങനത്തെ ലേബിളൊക്കെ അയച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സേഫ്റ്റി പിന്നാണ്. നമുക്ക് സേഫ്റ്റി പിൻ ഇതുപോലെ എലാസ്റ്റിക്കിൻ്റെ ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുക. ഞാൻ മറ്റേ സൈഡ് ഇപ്പുറത്തെ ബട്ടൺസിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ അത് വിട്ട് പോരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹോളിൽ കൂടി ഇതുപോലെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് കയറി പൊക്കോളും.
ഇനീഷ്യലി ആ എലാസ്റ്റിക് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ പുഷ് ചെയ്ത് കൊടുത്തതിനാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കയറി പോയിക്കോളൂ കേട്ടോ. അപ്പം നമ്മൾ അകത്തുള്ള പിന്ന് ഇതുപോലെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ജീൻസിൻ്റെ ഈ ഒരു മെറ്റീരിയൽ ഇതുപോലെ ബാക്കിലേക്ക് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഇച്ചിരിയും കൂടി സിമ്പിളായിട്ട് കയറി പൊക്കോളും. ആദ്യം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇച്ചിരി ടഫായ പോലെ തോന്നും, ഇച്ചിരി കട്ടി കൂടുന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ ഇതുപോലെ ഇങ്ങനെ വലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈസിയായി പൊക്കോളും. പിന്നെ ഇപ്പുറത്തെ കട്ടിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിത് പിന്നെ കാണുമ്പോൾ ഇതുപോലെ പിടിച്ച് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇത് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് അകത്ത് ചിലപ്പോൾ ഇതുപോലെ ഈ ത്രെഡൊക്കെ കുടുങ്ങിയിരിക്കുന്നതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല, അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ എലാസ്റ്റിക് എടുത്തിട്ട് ബട്ടൺ ഹോളിൽ കൂടെ ബട്ടൺ ഒന്ന് കടത്തി വിട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി. ഞാൻ പിന്നെ ഈ കട്ടുണ്ടാക്കിയതിൻ്റെ ഈ അറ്റത്തൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എലാസ്റ്റിക്കിലേക്ക് അല്ല കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്, അതല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ത്രെഡ് ഇങ്ങനെ വിട്ട് പോരണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ ഇട്ടിട്ട് വരുമ്പോഴേക്ക് അതിങ്ങനെ ത്രെഡ് പതിയെ വിട്ട് പോരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ ജീൻസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ബാക്കിൽ എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്ട്രെച്ചബിളാണ്, നമുക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വലിയും. എനിക്ക് പേഴ്സണലി ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ബെൽറ്റ് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലും നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഹിപ്പിൻ്റെ രണ്ട് സൈഡിലാണെങ്കിലും ബാക്കിലാണെങ്കിൽ പോലും ശരിക്കും നമ്മുടെ ഹിപ്സിനോട് ഇങ്ങനെ സ്നാച്ച് ചെയ്ത് നിൽക്കണ പോലെ തന്നെ എനിക്ക് തോന്നി. നമുക്കിതുപോലെ അത്രയും ടൈറ്റായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അങ്ങനെ തോന്നും, പക്ഷേ കറക്റ്റ് എൻ്റെ വേസ്റ്റിൻ്റെ സൈസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്